എല്ലാവർക്കും അറിയാം കോമേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. സെക്കൻഡ് ഇയർ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഫോക്കസ് ഏരിയ ക്ലാസ്സുകളിൽ ഇന്ന് നമ്മൾ ഓർഗനൈസിംഗ് എന്ന 5ാമത്തെ ചാപ്റ്ററിലെ പാഠഭാഗങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിലെ പോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്നും 2 വീഡിയോകൾ ഉണ്ടാകും. അതിൽ ആദ്യ വീഡിയോ ആണ് ഇന്നത്തേത്. ഇതിൻ്റെ 2ാം ഭാഗം കാണാൻ മറക്കരുത് എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കട്ടെ. ജോയിൻ ചെയ്യൂ നമ്മുടെ സെക്കൻഡ് ഇയർ കോമേഴ്സ് സ്റ്റുഡൻസിനായുള്ള ടെലിഗ്രാം ഗ്രൂപ്പിൽ. ഈ വീഡിയോയിലെ പാഠഭാഗങ്ങളുടെ മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള നോട്ടുകൾക്ക് സന്ദർശിക്കുക www.ariyamcommerce.in. ഓർഗനൈസിംഗ് എന്ന ഈ ചാപ്റ്ററിൽ നിന്നും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പാഠഭാഗങ്ങൾ: ഓർഗനൈസിംഗ് മീനിങ്, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ടൈപ്സ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ദെയർ ഡിഫറൻസസ്, ഡെലിഗേഷൻ ആൻഡ് എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ. ഇതിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്: ഓർഗനൈസിംഗ് മീനിങ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ആദ്യത്തെ ടോപ്പിക് എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഓർഗനൈസിംഗ് അഥവാ സംഘാടനം എന്താണെന്ന് പഠിക്കാം. Organizing refers to the process of identifying and grouping various activities and establishing authority relationships among them for the achievement of specific goals. It is concerned with establishing interrelationship among jobs, sections, departments and positions. എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിൻ്റെ വിവിധ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി അവിടെയുള്ള വിവിധ പ്രവർത്തനങ്ങളെ തിരിച്ചറിയുകയും അവയെ കൂട്ടമായി തിരിക്കുകയും അവയ്ക്കിടയിൽ അധികാരബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സംഘാടനം എന്ന് പറയുന്നത്. സ്ഥാപനത്തിലെ വിവിധ ജോലികൾ, വിഭാഗങ്ങൾ, വകുപ്പുകൾ, സ്ഥാനങ്ങൾ എന്നിവയൊക്കെ തമ്മിൽ പരസ്പര ബന്ധം സ്ഥാപിക്കുന്ന ഒരു പ്രവൃത്തിയാണിത്. ഇനി നമുക്ക് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ്, സംഘാടന പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്, ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ, അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്, എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്സ്. അതായത് പ്രവൃത്തി തിരിച്ചറിയുകയും വിഭജിച്ചു നൽകുകയും ചെയ്യൽ, വകുപ്പുകളുടെ രൂപീകരണം, ചുമതലകൾ നൽകൽ, അധികാരബന്ധങ്ങൾ സ്ഥാപിക്കൽ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അഥവാ സംഘടനാ സംവിധാനം. ഓർഗനൈസേഷൻ സ്ട്രക്ചർ, സംഘടനാ സംവിധാനം അഥവാ സംഘടനാ ഘടന. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ദ ഔട്ട്കം ഓഫ് ദി ഓർഗനൈസേഷൻ പ്രോസസ്. സംഘടനാ പ്രക്രിയയുടെ അനന്തരഫലമാണ് സംഘടനാ സംവിധാനം. The term organization structure may be defined as a system of job positions, the roles assigned to them and the authority relationships among them. അതായത് ഒരു സംഘടനയിലുള്ള വിവിധ ജോലി സ്ഥാനങ്ങളും അവയ്ക്ക് നിയോഗിക്കപ്പെട്ട ജോലികളും അവ തമ്മിലുള്ള അധികാര ഉത്തരവാദിത്ത ബന്ധവും സൂചിപ്പിക്കുന്നതാണ് സംഘടനാ ഘടന. ഇറ്റ് states the authority responsibility relationships among various positions and activities. The structure provides a framework for managers and other employees for performing their tasks. അതായത് മാനേജർമാർക്കും മറ്റ് ജീവനക്കാർക്കും അവരുടെ ചുമതലകളൊക്കെ നിർവഹിക്കുന്നതിന് സംഘടനാ ഘടന ഒരു ചട്ടക്കൂട് നൽകുന്നു. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ അവിടെ പരിഗണിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് ഓർ സ്പാൻ ഓഫ് കൺട്രോൾ. എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ നിയന്ത്രണ വ്യാപ്തി എന്നത്. The span of management to a large extent gives shape to the organization structure. സംഘടനാ ഘടനയ്ക്ക് രൂപം നൽകുന്നത് ഒരു വലിയ പരിധിവരെ മാനേജ്മെൻറ്റിൻ്റെ വ്യാപ്തിയാണ്. Span of management refers to the number of subordinates that can be effectively managed by a superior. അതായത് ഒരു സ്ഥാപനത്തിലെ ഒരു മേലുദ്യോഗസ്ഥന് വളരെ കാര്യക്ഷമമായി മേൽനോട്ടം വഹിക്കാൻ കഴിയുന്ന തൻ്റെ കീഴ്ജീവനക്കാരുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന സാങ്കേതിക പദമാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് അഥവാ മാനേജ്മെൻറ്റിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, വിവിധ തരം സംഘടനാ സംവിധാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് സാധാരണ 2 തരമുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഫങ്ഷണൽ സ്ട്രക്ചർ അഥവാ ധർമ്മങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഘടന. ഫങ്ഷണൽ സ്ട്രക്ചർ. In a functional structure, the activities are grouped on the basis of specific functions to be performed.
അതായത് ഒരു സ്ഥാപനത്തിൽ ചെയ്തു തീർക്കേണ്ട വിവിധ ധർമ്മങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആ സ്ഥാപനത്തിലെ വിവിധ ജോലികളെ വിവിധ വകുപ്പുകളായി രൂപീകരിക്കുന്ന രീതിയാണ് പ്രവർത്തന ഘടനയിലുള്ളത്. ഈച്ച് ഫംഗ്ഷൻ ഈസ് ഓർഗനൈസ്ഡ് ആസ് എ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഓരോ പ്രവർത്തനവും ഒരു പ്രത്യേക വകുപ്പായി ഇത്തരത്തിലുള്ള സംഘടനാ ഘടനയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഇൻ ദി കേസ് ഓഫ് എ മാനുഫാക്ചറിംഗ് കൺസേൺ, ദ ഫങ്ഷൻസ് ഇൻക്ലൂഡ് പർച്ചേസ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഓർ പേഴ്സണൽ. എന്ന് വെച്ചാൽ ഒരു നിർമ്മാണ സ്ഥാപനത്തിലെ വിവിധ പ്രവർത്തനങ്ങളിൽ വാങ്ങൽ, ഉൽപാദനം, വിപണനം, ധനകാര്യം, അതുപോലെ മനുഷ്യവിഭവശേഷി എന്നിവയൊക്കെ ഉൾപ്പെടുന്നു. ഇവിടെ തന്നിട്ടുള്ള ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഫങ്ഷണൽ സ്ട്രക്ചർ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ മാനേജിംഗ് ഡയറക്ടറുടെ കീഴിൽ ഹ്യൂമൻ റിസോഴ്സസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, മാർക്കറ്റിംഗ്, പർച്ചേസിംഗ് ഇങ്ങനെ 4 തരത്തിലുള്ള ധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ 4 ഡിപ്പാർട്ട്മെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലും അവിടെ പെർഫോം ചെയ്യാനുള്ള സബ് ഫങ്ഷൻസ് ക്രമീകരിച്ചിരിക്കുന്നു. ഫങ്ഷണൽ സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അവയുടെ അഡ്വാൻറ്റേജസ്, അതായത് ധർമ്മങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഘടനയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കാം. ഫസ്റ്റ് വൺ, എ ഫങ്ഷണൽ സ്ട്രക്ചർ ലീഡ്സ് ടു ഒക്കുപേഷണൽ സ്പെഷ്യലൈസേഷൻ സിൻസ് എംഫസിസ് ഈസ് പ്ലേസ്ഡ് ഓൺ സ്പെസിഫിക് ഫങ്ഷൻസ്. ചെയ്യുന്ന ജോലികളുടെ അടിസ്ഥാനത്തിൽ വകുപ്പുകൾ രൂപീകരിക്കുന്നത് സ്ഥാപനത്തിൽ തൊഴിൽപരമായ വിശേഷവൽക്കരണം സാധ്യമാക്കുന്നു. സെക്കൻഡ്, ഇറ്റ് പ്രൊമോട്ട്സ് കൺട്രോൾ ആൻഡ് കോഓർഡിനേഷൻ വിത്തിൻ എ ഡിപ്പാർട്ട്മെന്റ്. ഓരോ വകുപ്പിലെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിയന്ത്രിക്കാനും വളരെ എളുപ്പമാണ്. തേർഡ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിംഗ് മാനേജീരിയൽ ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ ഇൻക്രീസ്ഡ് പ്രോഫിറ്റ്. അതായത് മാനേജ്മെന്റിന്റെ പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ലാഭം വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ഫോർത്ത് പോയിന്റ്, ഇറ്റ് ലീഡ്സ് ടു മിനിമൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ട് വിച്ച് റിസൾട്ട്സ് ഇൻ ലോവറിംഗ് ദ കോസ്റ്റ്. അതായത് ജോലിയിലുള്ള ഇരട്ടിപ്പ് ഒഴിവാക്കുന്നതിനും അതുപോലെ തന്നെ ചെലവ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. അഞ്ചാമത്തേത്, ഇറ്റ് മേക്സ് ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ് ഈസിയർ. ഇത് ജീവനക്കാരുടെ പരിശീലനം വളരെ എളുപ്പമാക്കുന്നു. ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഗെറ്റ് ഡ്യൂ അറ്റൻഷൻ. ഓരോ വകുപ്പിനും അവയുടെ പ്രാധാന്യമനുസരിച്ചുള്ള പരിഗണന നൽകാൻ കഴിയുന്നു. ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അവയുടെ ഡിസ്അഡ്വാൻറ്റേജസ് അഥവാ പരിമിതികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, എ ഫങ്ഷണൽ സ്ട്രക്ചർ ഗിവ്സ് ലെസ് എംഫസിസ് ഓൺ ദി ഓവറോൾ എൻ്റർപ്രൈസ് ഒബ്ജക്റ്റീവ്സ്. എന്ന് വെച്ചാൽ മാനേജർമാർ അവരുടെ വകുപ്പുകൾക്ക് അമിത പ്രാധാന്യം നൽകുന്നതിനാൽ സ്ഥാപനത്തിൻ്റെ പൊതുലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം കുറയുന്നു. സെക്കൻഡ് പോയിന്റ്, it may lead to problems in coordination as information has to be exchanged across functionally differentiated departments. അതായത് ഓരോ വകുപ്പും അവരുടെ മാത്രം പ്രവർത്തനങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്നു. തേർഡ് പോയിന്റ്, എ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് മേ അറൈസ് when the interests of 2 or more departments are not compatible. എന്ന് വെച്ചാൽ പ്രവർത്തനപരമായി വ്യത്യസ്തതയുള്ള വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ആശയവിനിമയം ഏകോപനം വിഷമകരമാക്കുന്നു. ഫോർത്ത് പോയിന്റ്, ഇറ്റ് മേ ലീഡ് ടു ഇൻഫ്ലെക്സിബിലിറ്റി ആസ് പീപ്പിൾ വിത്ത് സെയിം സ്കിൽസ് ആൻഡ് നോളജ് ബേസ് മേ ഡെവലപ്പ് എ നാരോ പെർസ്പെക്റ്റീവ്. എന്ന് വെച്ചാൽ വൈവിധ്യവൽക്കരണം മാനേജർമാരുടെ സമഗ്രമായ വികസനത്തിന് തടസ്സമാകുന്നു. ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ രണ്ടാമത്തേതാണ് ഡിവിഷണൽ സ്ട്രക്ചർ അഥവാ വിഭാഗങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഘടന. ഡിവിഷണൽ സ്ട്രക്ചർ. ഇൻ ലാർജ് ഓർഗനൈസേഷൻസ് ആക്ടിവിറ്റീസ് ആൻഡ് പേഴ്സണൽ ആർ ഗ്രൂപ്പ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് മാനുഫാക്ചേർഡ്. അതായത് വലിയ സ്ഥാപനങ്ങളിൽ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള പ്രവർത്തനങ്ങളെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ വിഭാഗങ്ങളായി തിരിക്കുന്നു. In other words, in divisional structure, for producing each line of products, a separate division is created. അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഡിവിഷണൽ ഘടനയിൽ ഓരോ ഉൽപ്പന്ന നിരയും നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക വിഭാഗം തന്നെ സൃഷ്ടിക്കപ്പെടുന്നു. വിത്തിൻ ഈച്ച് ഡിവിഷൻ ഫങ്ഷൻസ് ലൈക്ക് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, പർച്ചേസ് എക്സെട്ര ആർ പെർഫോംഡ് ടുഗദർ. അതായത് ഓരോ വിഭാഗത്തിലും ഉൽപാദനം, വിപണനം, ധനകാര്യം, വാങ്ങൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നിർവഹിക്കുന്നു. ഈച്ച് ഡിവിഷൻ ഹാസ് എ ഡിവിഷണൽ മാനേജർ റെസ്പോൺസിബിൾ ഫോർ പെർഫോമൻസ് ആൻഡ് ഹു ഹാസ് അതോറിറ്റി ഓവർ ദ യൂണിറ്റ്. എന്ന് വെച്ചാൽ ഓരോ വിഭാഗത്തിൻ്റെയും പ്രകടനത്തിന് ഉത്തരവാദിത്തമുള്ള ഒരു ഡിവിഷണൽ മാനേജറും ഉണ്ടായിരിക്കും.
ഈ ചിത്രത്തിൻ്റെ സഹായത്തോടെ ഡിവിഷണൽ സ്ട്രക്ചർ എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ കോസ്മെറ്റിക്സ്, ഗാർമെൻറ്റ്സ്, ഫുട്വെയർ, സ്കിൻ കെയർ എന്നിങ്ങനെ 4 ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയുടെ സ്ട്രക്ചറാണിത്. ഈ 4 ഉൽപ്പന്നങ്ങൾക്കും വേണ്ടി പ്രത്യേകം ഡിവിഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഓരോ ഉൽപ്പന്നത്തിൻ്റെയും ഹ്യൂമൻ റിസോഴ്സസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, മാർക്കറ്റിംഗ്, പർച്ചേസിംഗ് ഇതുപോലുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഡിപ്പാർട്ട്മെൻറ്റുകളും അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഡിവിഷണൽ സ്ട്രക്ചർ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അവയുടെ അഡ്വാൻറ്റേജസ് അഥവാ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, പ്രോഡക്റ്റ് സ്പെഷ്യലൈസേഷൻ ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് വേരിഡ് സ്കിൽസ് ഇൻ എ ഡിവിഷണൽ ഹെഡ് ആൻഡ് ദിസ് പ്രിപ്പയർസ് ഹിം ഫോർ ഹയർ പൊസിഷൻസ്. അതായത് ഉൽപ്പന്നത്തിലെ വൈവിധ്യവൽക്കരണം ഡിവിഷണൽ മേധാവിയുടെ വിവിധ കഴിവുകൾ വികസിപ്പിക്കുകയും ഉന്നത പദവികളിലേക്ക് അദ്ദേഹത്തെ യോഗ്യനാക്കുകയും ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡിവിഷണൽ ഹെഡ്സ് ആസ് ദേ ആർ അക്കൗണ്ടബിൾ ഫോർ ദ പ്രോഫിറ്റ്സ് ഓഫ് ദെയർ ഡിവിഷൻ. ഡിവിഷണൽ മേധാവിക്കാണ് തൻ്റെ ഡിവിഷന്റെ ലാഭത്തിന്റെ ഉത്തരവാദിത്തം. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് പ്രൊമോട്ട്സ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇനീഷ്യേറ്റീവ് ബിക്കോസ് ഈച്ച് ഡിവിഷൻ ഫങ്ഷൻസ് ആസ് ആൻ ഓട്ടോണമസ് യൂണിറ്റ്. എന്ന് വെച്ചാൽ ഓരോ ഡിവിഷനും ഒരു സ്വയംഭരണ യൂണിറ്റായി പ്രവർത്തിക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നു. ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത് ആസ് ന്യൂ ഡിവിഷൻസ് ക്യാൻ ബി ആഡഡ് വിതൗട്ട് ഇന്ററപ്റ്റിംഗ് ദ എക്സിസ്റ്റിംഗ് ഓപ്പറേഷൻസ്. എന്ന് വെച്ചാൽ നിലവിലുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കാതെ തന്നെ പുതിയ ഡിവിഷനുകൾ കൂട്ടിച്ചേർക്കാം എന്നതിനാൽ സ്ഥാപനത്തിന് വളർച്ചയുണ്ടാകുന്നു. അഡ്വാൻറ്റേജസിന് ശേഷം നമുക്ക് ഡിവിഷണൽ സ്ട്രക്ചറിന്റെ ഡിസ്അഡ്വാൻറ്റേജസ്, പരിമിതികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, conflict may arise among different divisions with reference to allocation of funds. പണം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ ഡിവിഷനുകൾ തമ്മിൽ ഭിന്നതകൾ ഉണ്ടാകാം. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് മേ ലീഡ് ടു ഇൻക്രീസ് ഇൻ കോസ്റ്റ് സിൻസ് ദർ മേ ബി എ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് അക്രോസ് പ്രോഡക്ട്സ്. അതായത് ഓരോ ഡിവിഷനും സമാനമായ പ്രവർത്തനങ്ങൾ നൽകുന്നത് ചെലവ് വർദ്ധിപ്പിക്കാനിടയാക്കുന്നു. ലാസ്റ്റ് പോയിന്റ്, the greater autonomy and independence of divisional managers may ignore organizational interest. അതായത് ഡിവിഷണൽ മാനേജർക്ക് സ്വതന്ത്രമായ അധികാരമുണ്ട്. അത് അയാളെ വളരെ ശക്തനാക്കുകയും സ്ഥാപനത്തിൻ്റെ താല്പര്യങ്ങൾ അവഗണിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതോടുകൂടി ഇന്നത്തെ ടോപ്പിക്കുകൾ മുഴുവൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ ചാപ്റ്ററിലെ ബാക്കിയുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അടുത്ത വീഡിയോ എല്ലാവരും മറക്കാതെ കാണുക. തൽക്കാലത്തേക്ക് എല്ലാവർക്കും ബൈ.